ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂർ സോളോ റോഡ് ട്രിപ്പിന്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. അങ്ങനെ സത്യമംഗലം ചുരത്തിൽ കൂടി വണ്ടി ഓടിച്ച് കുറച്ച് ആനിമൽസിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ നടുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകുന്നു പറഞ്ഞ ഒരു ഗ്രാമത്തിലെ ചായക്കടയിൽ നിർത്തിയതാണ്. അവിടെ നിന്ന് കണ്ടൊരു ചെക്കനാണ് കേട്ടോ ഗൈസ്. ഇവൻ നമ്മളൊരു ഫാമിലി ഫംഗ്ഷനൊക്കെ പോയി നമ്മുടെ പുറകിൽ നിന്ന് മാറാത്ത ഒരു ചെക്കൻ ഉണ്ടാവില്ല, അതേപോലെ ഇവൻ എന്റെ കൂടെ അങ്ങ് കൂടി. ഞാൻ എന്ത് ചെയ്താലും ഇവൻ എന്നെ ഒരു അത്ഭുതത്തോടെ നോക്കുന്നത്. എന്നോട് പേരെന്നടാ തമ്പി. പിന്നെ ഇവൻ അറിയേണ്ട മസിൽസ് എങ്ങനെയാണ് വരുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് ഈ പിള്ളേരെയൊക്കെ ആൽഫ മെയിലാക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അമ്മയുടെ അടുത്ത് ചിക്കനും മുട്ടയും മേടിച്ചു തരാൻ പറയാൻ. ഞാൻ ആ പറഞ്ഞത് ഇവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ കുറച്ച് പ്രോട്ടീൻ കഴിപ്പിക്കാന്ന്. ബിക്കോസ് ഇന്ത്യയിലുള്ള നല്ലൊരു പെർസെന്റേജ് കുട്ടികൾക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. സോ അങ്ങനെ അവിടെ നിന്ന് ഒരു ഓയിൽ ഇല്ലാത്ത ഡബിൾ ഓംപ്ലേറ്റും മേടിച്ചിട്ട് ഞാനും അവനും കൂടി ഓഫ് അടിച്ചു. പിന്നെ ഇനി എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞിട്ട് അവനൊരു ടാറ്റയും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തമിഴ്നാട് കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറിയപ്പോൾ ഒരു ഫിഷ് ഓയിൽ സപ്ലിമെന്റ് കഴിച്ചു ഗൈസ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3-4 ദിവസം ചാളക്കറിയും കൂടി ചോറ് കഴിക്കണമെങ്കിൽ there is no need of using this supplement. എന്റെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽസ് കൂടുതലായതുകൊണ്ട് എന്റെ റിക്കവറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻജോയ് ചെയ്യാൻ ഒരു ഷോപ്പിൽ നിർത്തിയതാണ്. അവിടുന്ന് കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് മാത്രം മേടിച്ചിട്ട് എൻ്റെ ഉണ്ടായിരുന്ന അവക്കാഡും ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും കൂടി കഴിച്ചു. സോ ഗൈസ്, ഈ വീഡിയോക്ക് ഒരു പാർട്ട് 3 കൂടി ഉണ്ട്. കുറേ നല്ല മൊമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ അത് മിസ്സാവാണ്ടിരിക്കാൻ എന്നെ ഫോളോ ചെയ്ത് നോക്കോ.